എടുത്താലും ആകെ ഇരിക്കണ പണിയാണ് മെഹന്തി ഇട്ടുണ്ട്. വേറെ ഒരു പെരുന്നാളായിട്ട് ആദ്യം കയറിയിരിക്കും. എല്ലാ പെരുന്നാളിലും പിന്നെ ഒന്നാം പെരുന്നാളിന്റെ അങ്കാണ് നിങ്ങൾ ആദ്യം കണ്ടത്. സംഭവം വേറെ ഒന്നല്ല, ഇന്നലെ രാത്രി ഞാൻ മെഹന്തി ഇടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നാളെ രാവിലെ എണീച്ചിട്ട് ഇട്ടു. അപ്പൊ നേരം വെളുത്തപ്പോൾ ഞാനും മെഹന്തി ഇടാൻ വേണ്ടി ഇരുന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തല്ലാണ് ആദ്യം കണ്ടത്. അങ്ങനെ ഞാനത് ഇട്ട് കഴിയുമ്പോഴത്തേനും ഉമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോഴാണ് പപ്പയുടെ ഒരു പരീക്ഷണം. പുട്ടും വാങ്ങിയും കൂടി കഴിച്ചു നോക്കണത്രേ. ഏതോ ഒരു സിനിമ നടൻ പറഞ്ഞത്ര ഇത് കഴിച്ച് നല്ല ടേസ്റ്റ് ആണ്. എന്നിട്ട് അത് കഴിച്ചിട്ടുള്ള ആള് ഹോണസ്റ്റ് റിപ്ലൈ കേട്ടോ നിങ്ങൾ ഈ കേൾക്കണത്. അങ്ങനെ അത് ഫ്ലോപ്പായ വിഷമാണ് ആളെ മുഖത്തിങ്ങളെ കാണുന്നത്. പക്ഷെ ആളങ്ങനെ പെട്ടെന്ന് തളരാത്തൊരു കൂട്ടായതുകൊണ്ട് ആ മാങ്ങയും കുട്ടി കഴിച്ചതിന് ശേഷം പുട്ടും പഴവും കൂടി കഴിക്കാൻ തുടങ്ങി. കൂടെ ഒരു പപ്പടവും. പുട്ടും പഴവും പപ്പടവും കൂട്ടി കഴിക്കുമ്പോൾ സന്തോഷമാണ് ആളെ മുഖത്തിങ്ങളെ കാണുന്നത്. നല്ല അടിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. മീറ്റ് മിസ്റ്റർ ഫാറ്റ് ഷെഫ്. ആളെ വിചാരം ആള് വലിയൊരു കുക്കാണെന്നാണ്. ശരിയാണ്, ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ആള് ഭയങ്കര ഉസാറാണ്. ആ ഒരു പച്ചമുളകിന്റെ അധോഗതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗായ്സ്, നിങ്ങളെ ആള് ശരീരം കാണുന്നില്ലേ? ദാറ്റ്സ് നോട്ട് സിക്സ് പാക്ക്, ദാറ്റ് ഈസ് ഫാമിലി. അപ്പൊക്ക് എന്നെ പോലത്തെ ഒരു മോളെ വേറെ എവിടുന്നേലും കിട്ടും. സാരില്ല, ആള് സഹിക്കട്ടെ. അപ്പോൾ പെരുന്നാളായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാലും കുഷ്കയും അതേപോലെ തന്നെ മട്ടൻ കറിയാണ്. മട്ടൻ കറി എന്ന് പറയാൻ പറ്റില്ല, മട്ടൻ ഒരു റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കുഷ്കിന്നും പറയാൻ പറ്റില്ല, കാരണം നെയ്ച്ചോറിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകയായിരുന്നു. ഒരു മട്ടനെ എങ്ങനെയൊക്കെ നമുക്ക് കൊല്ലാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. ഓൾറെഡി അതിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അയക്കണ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടി കട്ട്ലേറ്റേക്ക് ചിക്കനും പേസ്റ്റ് ആക്കൂലേ, അതേപോലെ കിടന്ന് കാട്ടിയിരുന്നു. എന്ത് പറയാനാ, വാപ്പാടല്ലേ മോന്, അപ്പൊ ഇങ്ങനെ വരുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ മട്ടൻ ഇവർ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മട്ടൻ റെഡി ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സൈഡിൽ നമ്മുടെ കുഷ്ക റെഡി ആവുന്നുണ്ട്. അങ്ങനെ അവസാനം പപ്പടം കൂടി ഉണ്ടാക്കിയതിന്റെ ശേഷം നമ്മൾ കുക്കിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞു. എന്തായാലേ ഞാനൊരു കഴിവേരൻ, എന്റെ കഴിവുകളൊക്കെ ഗൈസ് ഈ വലിയ തലകളുള്ളത് പപ്പയ്ക്കും ഫാദിനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ കണ്ട എക്സ്പ്രഷൻ വേറെ ഒന്നല്ല, പപ്പ ടീഷർട്ട് ഇടാണ്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ടുള്ള ആളെ എക്സ്പ്രഷൻ ആണ്. ആൾ പറയുന്നത് ആള് സിക്സ് പാക്ക് എല്ലാവരും കാണും എന്നാണ്. സോ ഞാൻ എല്ലാവരും കണ്ടോട്ടേച്ചിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ആളെ സിക്സ് പാക്ക് കണ്ടില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കി നോക്കിട്ടാ. അങ്ങനെ ഫഹദിനും പപ്പക്കുള്ള ഫുഡ് ആ തലകിലോട്ട് ഞങ്ങൾ തട്ടിട്ട് കൊടുത്തു. ആൻഡ് പപ്പ നല്ല കട്ട വെയിറ്റിങ്ങിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം എനിക്കും ഉമ്മാക്കും വേറെ സെപ്പറേറ്റ് പാത്രത്തിലാണ് ഞങ്ങൾ ഫുഡ് എടുത്തത്. വേറെ ഒന്നുമില്ല, ആ തലകിൽ ഞങ്ങൾക്കും കൂടി ചോറിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടൂല, ഇവർ രണ്ടുപേരാവും കൂടുതൽ കഴിക്കുക. എന്തിനാ വെറുതെ റിസ്ക്, ഇവിടെ പ്ലേറ്റ് ഇല്ലാഞ്ഞിട്ടല്ലോ. അതുകൊണ്ട് എനിക്കും ഉമ്മാക്കും വേറെ സെപ്പറേറ്റ് പ്ലേറ്റ് ഞങ്ങൾ എടുത്ത്. മട്ടൻ കറി കഴിക്കുന്നതിന് മുന്നേ തന്നെ അവർ രണ്ടുപേര് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് വേറെ സെപ്പറേറ്റ് പ്ലേറ്റിൽ എടുക്കേണ്ടി വന്നു. ഫുഡിനെ കുറിച്ച് പറയുന്നതിൽ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ ഉമ്മ ഉണ്ടാക്കിയോണ്ട് പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊന്ന് സ്വസ്ഥയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പത്തിന് ഞാൻ കഴിക്കുന്നത് കാട്ടി കൊടുക്കും പറഞ്ഞിട്ട് എന്നെ ശല്യപ്പെടുത്തിയിരുന്നു ഫഹദ്. എന്തായാലും ഞങ്ങൾ കണ്ടേ, നിങ്ങളും കൂടി കണ്ടാളി. അങ്ങനെ കഴിച്ച് രാത്രി അപ്പോഴാണ് എന്റെ അമ്മക്ക് ബോധം വെച്ചേ തോന്നുന്നത്. കാരണം രാവിലെ മെഹന്തി ഇടുന്നതിന് പകരം മൂപ്പരാറ് രാത്രിയാണ് ഇടുന്നത്. ഇതേപോലെ വെളുത്ത് കയ്യണം. ഞാനാണെങ്കിൽ എൻ്റെ ഒരൊറ്റ കൈമ തന്നെ 2-3 പ്രാവശ്യമെങ്കിലും ഇട്ടിട്ടുണ്ടാവും മെഹന്തി. ആദ്യം സാധാ സിങ്ങിട്ട് അത് ചോക്കാത്ത കണ്ടപ്പോൾ എനിക്ക് തൃപ്തിയായില്ല, അതുകൊണ്ട് വീണ്ടും സിങ്ങിട്ട്, എന്നിട്ട് ചോക്കാത്ത കണ്ടപ്പോൾ തൃപ്തി ആവാത്തതുകൊണ്ട് ഞാൻ ബിഗ് ബി എടുത്ത് മേലിട്ട്. ലാസ്റ്റ് ചോത്ത്, പക്ഷെ കൈ പോലെ ആയിരുന്നുള്ളൂ എൻ്റെ കൈ. ഉച്ചക്ക് നല്ല ഹെവി ആയി കഴിച്ച കാരണം ഞങ്ങൾ രാത്രി കുറച്ച് ലേറ്റ് ആക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള പയർ കഞ്ഞാണ് അവിടെ കുക്കറിൽ വിസിലടിക്കണത്. സ്വന്തമായിട്ട് കുറച്ച് ഭംഗിയിൽ മെഹന്തി ഇട്ടതിന്റെ പൊലിവാണ് ആളെ മുഖത്തുങ്ങൾ ഈ കാണുന്നത്. പക്ഷെ എന്നാലും എൻ്റെ അത്രക്ക് എത്തിയിട്ടില്ല. അങ്ങനെ കഴിച്ച് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഉമ്മ കൈ പോയി കഴുകി. സത്യം പറഞ്ഞാൽ കൈ കഴുകിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ മെഹന്തി കാണാൻ. അപ്പോൾ ഗൈസ്, ഒന്നാം പെരുന്നാളിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അത് കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ.